അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ആൻഡ്രോയിഡ് ഹെഡ് യൂണിറ്റ് ഫിറ്റ്മെൻറ്റിലോട്ട് പോകാം. ഇത് വളരെ എളുപ്പമാണ്. നമുക്ക് ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് തന്നെ സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതിനു വേണ്ടി നമ്മൾ ലേബർ എക്സസറീസ് ഷോപ്പിൽ പോയി ഇതിന് പ്രത്യേക ലേബർ ചാർജ് ഒന്നും കൊടുക്കണ്ട. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു ഫ്രെയിമാണ്. വണ്ടി ഏതാണോ അതിന് അനുയോജ്യമായ ഒരു ഫ്രെയിം വാങ്ങിക്കുക. അപ്പോൾ എൻ്റെ സ്വിഫ്റ്റ് ആയിരുന്നു, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം വാങ്ങിച്ചു. വെറും 700 രൂപയാണ് ചിലവ്. അപ്പോൾ വളരെ പ്രോപ്പറായിട്ട് ഫിറ്റാണ്. ഒരു സ്നെക്ക് ഫിറ്റ് എന്നൊക്കെ പറയില്ലേ, അത് തന്നെ സംഭവം. എവിടെയും ഒരു പാനൽ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, പ്രോപ്പർ ഫിറ്റ്. നമുക്കൊന്ന് വെച്ച് നോക്കാം. വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്, എവിടെയും പാനൽ സ്റ്റീരിയോ കറക്റ്റായിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഇതിൻ്റെ കപ്ലേഴ്സ് വന്നിട്ടുണ്ട്. അതായത് നമ്മളിത് പ്രോപ്പർ കപ്ലർ ടു കപ്ലർ ഫിറ്റിംഗ് ആണ്. നമുക്കിത് എവിടെയും നമുക്ക് വയർ കട്ടിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ നമ്മുടെ പഴയ സ്റ്റീരിയോ അഴിച്ചെടുക്കുന്നു, അതിൻ്റെ കപ്ലറിലോട്ട് ഇത് കണക്ട് ചെയ്യുന്നു, പ്ലഗ് ആൻഡ് പ്ലേ, വേറെ ഒന്നുമില്ല ഇതിൽ. അപ്പോൾ നമ്മുടെ സ്റ്റീരിയോ ഫിറ്റ് ചെയ്യുന്നത് വെറും 4 സ്ക്രൂ വെച്ചിട്ടാണ് ഇതിൻ്റെ ഫ്രെയിമിലോട്ട്. സ്ക്രൂ അതിൻ്റെ കൂടെ തന്നെ വരും, ഫ്രെയിമിൻ്റെ കൂടെ തന്നെ. പിന്നെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ പാനൽ അഴിച്ചെടുക്കണം. അഴിക്കാൻ പ്രത്യേക സ്പെഷ്യൽ ടൂൾസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഞാൻ എൻ്റെ ഒരു പഴയ ATM കാർഡ് വെച്ചിട്ടാണ് ചെയ്തത്. ATM കാർഡ് വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ടീത്ത് ഒന്ന് ജസ്റ്റ് റിമൂവ് ചെയ്ത് പിന്നെ നമുക്ക് കൈ കൊണ്ട് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുക്കുമ്പോൾ വലിച്ച് പറിച്ചെടുക്കരുത്, പതുക്കെ എടുക്കുക. ഒരു ഇച്ചിരി ക്ഷമ വേണം ഇത് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ കമ്പനി OEM സ്റ്റീരിയോ നമുക്ക് റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ 2 സ്ക്രൂ ഉണ്ട്. ആ 2 സ്ക്രൂ സ്റ്റാറാണ്. അത് രണ്ടും നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് റിമൂവ് ചെയ്യും. സ്ക്രൂ ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇളക്കിയെടുക്കാം ഇങ്ങോട്ട്. അപ്പോൾ വണ്ടിയിൽ ഇതുവരെ ഇത് ഫസ്റ്റ് ടൈമാണ് ഇളക്കിയെടുക്കുന്നത്. ഇത് ഫുൾ ഓപ്ഷൻ ട്രിമ്മായിരുന്നു ZXi. അപ്പോൾ അതിൻ്റെ കൂടെ വന്ന സ്റ്റീരിയോ ആണിത്. അപ്പോൾ അതിൻ്റെ സ്റ്റീരിയോ എടുത്ത ശേഷം അതിൻ്റെ മുകളിൽ ഒരു 4 ടീത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് പ്രസ് ലോക്ക് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ സ്ക്രൂ വെച്ചിട്ടല്ല ഫിറ്റ് ചെയ്യുന്ന, ആ 4 ടീത്ത് വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് കൂടെ വന്ന വയർ നമ്മൾ ഇതുപോലെ കറക്റ്റ് അതിൽ ഫിക്സ് ചെയ്യുന്നു. എല്ലാം കണക്റ്റേഴ്സാണ്. ഇത് പ്രത്യേകിച്ച് ഇതിന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ആദ്യം പവറിൻ്റെ ഇത് കൊടുക്കും, അതിൽ എഴുതിയിട്ടും കാണും. നമുക്ക് ഈ വയറിൻ്റെ മുകളിലൊക്കെ അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും. പവർ, മൈക്ക്, പിന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എനിക്കും ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇത് ഭയങ്കര ടെക്നിക്കലി കുറച്ച് എക്സ്പീരിയൻസ് വേണമെന്നൊക്കെ. പക്ഷേ ഇതിൽ ആർക്കും ചെയ്യാൻ പറ്റും, വളരെ എളുപ്പമാണിത്. ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഒന്നും മനസ്സിലായില്ലെങ്കിൽ ആ കണക്ടറുടെ സൈസ് നോക്കി അതിൻ്റെ സ്ലോട്ട് നോക്കിയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം. പ്രത്യേകിച്ചിട്ട് അതിന് നമുക്ക് തല പോയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇതൊക്കെ ഫിറ്റ് ചെയ്തു. നമ്മുടെ കണക്റ്റേഴ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായി ഫിറ്റ് ചെയ്തു. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ആക്സസറീസ് ആയിട്ടുള്ള നമ്മുടെ പെൻഡ്രൈവിൻ്റെ എക്സ്റ്റൻഷൻ, 2 പെൻഡ്രൈവ് എക്സ്റ്റൻഷൻ ഉണ്ട്. നമുക്ക് 2 പെൻഡ്രൈവ് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ കൂടെ ഒരു ഇത് കിട്ടിയായിരുന്നു, എന്താ പറയുക, USB ആക്ടിവേറ്റർ. നമ്മുടെ OEM നമ്മുടെ വണ്ടിയിൽ തന്നെയുള്ള USB പോർട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കേബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരെണ്ണം സ്റ്റീരിയോ നമ്മുടെ ഈ കണക്ടറായിട്ട് കണക്ട് ചെയ്തിട്ട് സ്റ്റീരിയോയിലോട്ട് കൊടുത്തു. പിന്നെ നമുക്ക് GPS മൊഡ്യൂൾ കണക്ട് ചെയ്യേണ്ട ഒരു കേബിളാണ്. പിന്നെ ആൻറ്റിനയുടെയാണ്, വണ്ടിയിൽ തന്നെ ഉള്ള സ്റ്റീരിയോയിൽ കൂടെ വരുന്ന ആൻറ്റിനയുടെ സംഭവം ഇതിലോട്ടങ്ങ് കുത്തി കൊടുത്താൽ മതി. ഈ കയ്യിൽ കാണുന്ന സാധനം സ്ക്വയർ ബോക്സിലുള്ളത് GPS മൊഡ്യൂളാണ്. അത് പ്രോപ്പറായിട്ടൊരു സ്ഥലത്ത് നമുക്ക് വെക്കാം. ഞാൻ ഒരുപാട് ആൾ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്, ഡാഷ്ബോർഡിൻ്റെ മുകളിൽ തന്നെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന മൂലക്കൊക്കെ. അതൊക്കെ ഭയങ്കര വൃത്തികേടാണ്. ഇതൊന്നും ആരും കാണാതെ ഒരു സ്ഥലത്ത്, എന്നാൽ കവറേജ് സിഗ്നലൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് ഹൈഡ് ചെയ്ത് വെക്കണം. അതായത് കപ്ലർ കണക്ട് ചെയ്തിട്ട് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തപ്പോൾ ഇതുപോലെയാണ് കാണുന്നത്. ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തീംസ് ഉണ്ട്. തീംസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഡിസ്പ്ലേ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ലൊരു ഡിസ്പ്ലേ. ബ്രൈറ്റ്നസ് ഉണ്ട്, അത്യാവശ്യം നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്, ടച്ചും നല്ല റെസ്പോൺസീവാണ്, സ്മൂത്താണ്, ലാഗില്ല. ബാക്കി സെറ്റിങ്സൊക്കെ എടുത്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്പെസിഫിക്കേഷൻ നമുക്കൊന്ന് വെരിഫൈ ചെയ്യണം. അതിന് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, CPU Z എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റ് സ്പെസിഫിക്കേഷൻ ആണോ അല്ലയോ. കാരണം ഇതിൽ ഒരുപാട് ഫേക്കും വരുന്നുണ്ട് ഇങ്ങനത്തെ സിസ്റ്റം. കാരണം നമുക്കിപ്പോൾ 2GB 4GB എന്നൊക്കെ പറഞ്ഞ് വരുന്ന സാധനം ചിലപ്പോൾ വെരിഫൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 1GB ഒക്കെ കാണും, നേരെ പകുതിയെ കാണും. അപ്പോൾ ഇത് ട്രൂ ടു സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത് നോക്കിയിട്ട് ഞാനൊന്ന് ഇതിൻ്റെ കൂടെ ചേർക്കാം ലാസ്റ്റ്. ഇത് കറക്റ്റാണോ ജെന്യൂനാണോ അല്ലയോ എന്ന്. പിന്നെ ഓവറോൾ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്കും കൂടി പറയാം ലാസ്റ്റ്. പിന്നെ നമുക്കിതിൽ ഇനി ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് OEM സ്റ്റീരിയോ നമ്മുടെ കമ്പനി വരുന്ന സ്റ്റീരിയോ സ്ക്രൂവിലാണ് ഫിറ്റ് ചെയ്തത്. കാരണം അത് ഹെവിയാണ്, വലിയ വെയിറ്റ് വരുന്ന സാധനമല്ലേ. ഇത് അതിൻ്റെ ക്ലിപ്പിൽ മാത്രം നിൽക്കുന്ന സംഭവമാണിത്. ഈ സ്റ്റീരിയോ ഈ 4 ക്ലിപ്പുണ്ട്. ഇത് പഴയ സ്റ്റീരിയോയുടെ പിന്നെ അതിൻ്റെ അകത്ത് നിന്ന് അഴിച്ചെടുക്കണം. ഈ ക്ലിപ്പ് പൊട്ടിപ്പോയാലും വാങ്ങിക്കാനും കിട്ടും, വലിയ വിലയൊന്നുമില്ല. പക്ഷെ സൂക്ഷിച്ച് അയച്ചെടുത്ത് കഴിഞ്ഞാൽ അത് തന്നെ റീയൂസ് ചെയ്യാം. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ബട്ടൺ അസൈൻ ചെയ്യുന്നതാണിത്. നമുക്ക് ഓരോ കീ അതിൻ്റെ ബട്ടൺ നമുക്കിതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം.
നമ്മൾ ആദ്യം ആ സ്റ്റിയറിംഗ് വീൽ ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ ആ ബട്ടൺ പ്രസ് ചെയ്യുക. ആ പ്രസ് ചെയ്ത ബട്ടൺ ഇപ്പോൾ ഏതാണ് വോളിയം ഡൗൺ, അപ്പ്, മ്യൂട്ട്, മോഡ്, കോള്, ഇങ്ങനെയുള്ള കുറേ ബട്ടൺ ഉണ്ടാവുമല്ലോ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ വരുന്ന വണ്ടികൾക്ക്. അത് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമുക്കിനി ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം, ഇതിൻ്റെ ഓരോരോ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഇതിൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് അസൈൻ ചെയ്തു. ഏതൊക്കെയാണോ സ്റ്റിയറിംഗിൽ അവൈലബിൾ ആയിട്ടുള്ള കീസ് അത് നമ്മൾ പ്രോപ്പറായിട്ട് ഇതിലോട്ട് കാലിബ്രേറ്റ് ചെയ്തു, അതായത് ഇതിൽ ഉള്ള ഓപ്ഷനിലോട്ട് കാലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിനി ഒരു ഡെമോ കൂടി നോക്കാം. ഏതെങ്കിലും ഒരു സോങ് പ്ലേ ചെയ്തിട്ട് നമുക്ക് നോക്കണം. നമുക്ക് വോളിയം അപ്പ്, ഡൗൺ, മോഡ്, മ്യൂട്ട്, ഇതൊക്കെ ഇതിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻസ് ഒരുപാടുണ്ട്, പക്ഷെ അത്രയും ബട്ടൺസ് നമ്മുടെ വണ്ടിയിൽ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല, കീസ് അവൈലബിൾ ആയിരിക്കില്ല സ്റ്റിയറിംഗിൽ. ഇതിൽ കുറച്ചും കൂടെ കൂടുതലുണ്ട്. അപ്പോൾ ഇതേപോലെ സോങ് പ്ലേ ചെയ്ത വോളിയം അപ്പ്, ഡൗൺ എല്ലാ കീസും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ അവൈലബിൾ ആയിട്ടുള്ള കീസ് പ്രോപ്പറായിട്ട് അസൈൻ ചെയ്തു, അതൊക്കെ വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ഈ കാണുന്ന സാധനങ്ങളൊക്കെ പഴയതുപോലെ തിരിച്ചെടുത്ത് വെക്കണം, ആ AC വെൻറ്റും അതുപോലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനെന്ത് ചെയ്തു വെച്ചാൽ നമ്മുടെ ഒരുപാട് കപ്ലറും വയറുകളൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് ഇതൊക്കെ ഞാനൊരു ഫോമോട് ചേർത്തിട്ട് ഒരു പേപ്പർ ടാപ്പ് വെച്ചിട്ട് പൊതിഞ്ഞു. അതായത് നമുക്ക് റാറ്റിൽ സൗണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടുന്ന് ഈ കലവിലെ സൗണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഫോം ഷീറ്റ് കട്ട് ചെയ്തിട്ട് നമ്മുടെ മുകളിലത്തെ AC വെൻ്റ് വരുന്ന പാനലിൻ്റെ അടിയിലും വെച്ചു. അത് വെക്കാനുള്ളൊരു ഉദ്ദേശം ഒന്നത് ചൂട് കുറയട്ടെ എന്ന് വെച്ചു, പിന്നെ ഒരു സൗണ്ട് പ്രൂഫിങ്ങും, അല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും ഇല്ല അതിൽ. അപ്പം ഞാനിത് കഴിഞ്ഞിട്ട് വണ്ടിയുടെ എല്ലാ ഡോറും ഡാമ്പ് ചെയ്തായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ പോസ്റ്റ് ചെയ്യാം. സൗണ്ട് പ്രൂഫ് ആക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ വാങ്ങിച്ചൊരു ഫോം ഷീറ്റായിരുന്നു അത്. അപ്പോൾ ഫോം ഷീറ്റ് വെച്ചു, നമ്മുടെ ഹസാർഡ് ലാമ്പിൻ്റെ കണക്ടർ ഒക്കെ തിരിച്ച് ഫിറ്റ് ചെയ്തു. AC-യുടെ വെൻ്റ് ഇതുപോലെ എടുത്തിട്ട് തിരിച്ച് പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്തു. പിന്നെ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിത് ആദ്യമായിട്ട് അഴിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രോപ്പറായിട്ട് ഉള്ളിലൊരു മൈക്രോ ഫൈബർ ക്ലോത്തോ തുണിയൊക്കെ വെച്ചിട്ട്, നോർമൽ തുണിയൊക്കെ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാം. കാരണം നമ്മൾ വല്ലപ്പോഴൊക്കെ ഇതൊക്കെ അഴിച്ചെടുക്കും. ഒരുപാട് പൊടിയുണ്ടായിരുന്നു, പൊടിയും എന്തൊക്കെയോ പ്രാണികളുടെ അവശിഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. അതെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറിയെന്ന് അറിയില്ല. പക്ഷെ അതൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ട് തിരിച്ചതുപോലെ വെച്ചു. ഇത് പ്രസ് ലോക്കാണ്, അതായത് നമ്മളിത് അമർത്തി കഴിഞ്ഞാൽ അതങ്ങ് പോയി ലോക്കാവും. പ്ലാസ്റ്റിക്കിൻ്റെ ആ ടീത്തിൽ പോയി അങ്ങ് ലോക്ക് ചെയ്യും. സ്ലോട്ടിൽ പോയിട്ട് അങ്ങ് ടീത്ത് എൻഗേജ് ആവും, അത്രയേ ഉള്ളൂ. അമർത്തി കൊടുത്താൽ മതി, വേറെ ഇതിനൊന്നും സ്ക്രൂവോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ പാനലും അങ്ങനെയാണ്. അപ്പോൾ ഇത് അഴിച്ചെടുക്കണമെങ്കിൽ, ഇനി നാളെ ഒരു കേസിൽ അഴിച്ചെടുക്കണമെങ്കിൽ ഇതുപോലെ വലിച്ചിട്ട് ജസ്റ്റ് ഒരു കാർഡോ എന്തെങ്കിലും ചെറിയൊരു സാധനം, പ്ലാസ്റ്റിക്കിൻ്റെ അധികം ഷാർപ്പല്ലാത്തൊരു സാധനം കൊണ്ട് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാം. പിന്നെ GPS-ൻ്റെ മൊഡ്യൂളിൻ്റെ ആൻറ്റിനൊക്കെ നമ്മളെ മൊഡ്യൂൾ റൂഫിൻ്റെ മൂലക്കാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഉള്ളിൽ, പുറത്ത് കാണില്ല. ഈ ഡാഷ്ബോർഡിൽ ഒട്ടിച്ച് വെക്കുന്നതൊക്കെ വളരെ വൃത്തികെട്ടൊരു പരിപാടിയാണ്. ഇങ്ങനെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിഗ്നൽ കിട്ടും. ഞാനിത് വെച്ചിട്ട് GPS-ലൊന്നും യാതൊരു പ്രോബ്ലവും അനുഭവപ്പെട്ടില്ല. അപ്പോൾ ഡാഷ് ക്യാമറയുടെ പുറകിൽ എക്സ്ട്രാ വന്ന മൈക്കും വെച്ചു. ആ ഡാഷ് ക്യാമറ ഉണ്ട് വണ്ടിയിൽ. അപ്പോൾ 70 mAh എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് അത്. നമ്മുടെ ഉള്ളിലെ മിററുടെ പുറകിലാണ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ പുറകിൽ തന്നെ ഈ മൈക്കും കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട്. അപ്പോൾ മനസ്സിലാവില്ല ആർക്കും. പിന്നെ നമ്മുടെ ക്യാമറ ഫിറ്റിംഗ് ആണ്. ഒരു HD ക്യാമറയും വാങ്ങിച്ചിരുന്നല്ലോ കൂടെ. ആ HD ക്യാമറ ഫിറ്റ് ചെയ്തത് റിയർ ബമ്പർ മൗണ്ട് ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ പവർ എടുക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ റിവേഴ്സ് ലാമ്പിൻ്റെ വയറിൽ നിന്ന് എടുക്കണം. അതൊരിക്കലും നമ്മുടെ വയറിംഗ് ഹാർനസ് നിന്ന് ഡയറക്റ്റ് എടുക്കരുത്. നമ്മുടെ ലാമ്പ് അഴിച്ചിട്ട്, ലാമ്പിൻ്റെ അസംബ്ലി വെച്ചിട്ട് ലാമ്പിൻ്റെ ബൾബിൻ്റെ ചേർന്ന് വരുന്ന വയറിംഗിൽ നിന്ന് എടുക്കണം. ഒരു ചെറുങ്ങനെ ഒന്ന് പീൽ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കോപ്പർ കോണ്ടാക്ട് മാത്രം മതി. ഒരുപാട് വയർ കട്ടൊന്നും ചെയ്യണ്ട. ജസ്റ്റ് ഒന്ന് പീൽ ചെയ്തിട്ട് അത് നല്ല പ്രോപ്പറായിട്ട് ഇൻസുലേറ്റ് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ കൂടെ ഇത് കറക്റ്റായിട്ട് ക്യാമറയുടെ നമ്മുടെ ഹോള് ഡ്രില്ല് ചെയ്യാനുള്ള ബിറ്റ് അതിൻ്റെ കൂടെ വരും. അത് നമ്മുടെ കയ്യിൽ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ അതിലൂടെ കൈ കൊണ്ടും ചെയ്യുന്നുണ്ട് ആൾക്കാർ, കണ്ടിട്ടുണ്ട് വീഡിയോ. പക്ഷെ ഡ്രില്ലിംഗ് മെഷീൻ ഉള്ളത് കൊണ്ട് 1 സെക്കൻഡ് കൊണ്ടങ്ങ് ആയി. പിന്നെ ഇതാണ് ഈ റിയർ ക്യാമറയുടെ ഔട്ട്പുട്ട്. അത്യാവശ്യം ലൈറ്റ് കുറഞ്ഞൊരു സമയത്ത് പോലും ഇത്രയും ക്ലാരിറ്റി തരുന്നുണ്ട്. ക്യാമറ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് തന്നെ പറയാം. അൾട്രാ HD ക്യാമറയുടെ ഫംഗ്ഷനിങ് ഒക്കെ വളരെ സ്മൂത്താണ്. നല്ല വൈഡ് ആംഗിളാണ് വ്യൂ. അതുപോലെ തന്നെ കളറ്, ഡെപ്ത്, അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ആക്യുറേറ്റ് ആണ്. പിന്നെ മൂവിങ് ലൈൻസും പാർക്കിംഗ് അസിസ്റ്റും ഉണ്ട്, അതൊക്കെ പ്രോപ്പർ ഫംഗ്ഷനിങ് ആണ്. പിന്നെ നൈറ്റ് വിഷൻ കൂടി ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് ലോ ലൈറ്റിലും നല്ല ക്ലാരിറ്റി തരും. ബാക്കി നമുക്കിത് ഇതിൻ്റെ വെരിഫൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് CPU സെറ്റ് എന്ന ആപ്പ് വെച്ചിട്ട് നമ്മൾ നോക്കിയപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ കറക്റ്റാണ്. ആൻഡ്രോയിഡ് വേർഷൻ 12 ആണ്. 8 കോർ പ്രോസസ്സറാണ്. 4GB റാം പ്രോപ്പർ ഉണ്ട്. അതുപോലെ തന്നെ 32GB ഇൻറ്റേർണൽ റോമും ഉണ്ട്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ഒരു ആൻഡ്രോയിഡ് ഹെഡ് യൂണിറ്റ് ആണെന്ന് ഞാൻ പറയും. ഇതിലുള്ള DSP ഒക്കെ പ്രോപ്പറാണ്. പ്രോപ്പർ സൗണ്ട് പ്രോസസ്സറൊക്കെ ഉണ്ട്. ഒരുപാട് ഫേക്ക് ആയിട്ട് ഇതുപോലുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്, സൗണ്ട് പ്രോസസ്സറൊന്നും ഇല്ലാതെ ജസ്റ്റ് ആപ്ലിക്കേഷൻ മാത്രം. അപ്പോൾ തീർച്ചയായും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്.